ജീവിതത്തിൽ ചില ട്രാമ അനുഭവിച്ചുള്ള ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ആ ട്രാമയെ വിളിച്ചോതുന്ന തരത്തിലുള്ള എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ഇവൻറ്റോ മറ്റോ ഒരു ചുറ്റുപാട് സംഭവിക്കുമ്പോൾ വിജയകരമായിട്ട് അതിനെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വേറൊരു വസ്തുത സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി അവർ ഇതിനെ ഇഗ്നോർ ചെയ്യുമ്പോഴും അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ ബ്രെയിനൊക്കെ ആ സ്ട്രെസ്ഫുൾ ഇവൻറ്റിനെ തിരിച്ചറിയുന്നുണ്ട്, അതിനെ നേരിടാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ബ്രെയിൻ ആ ഇമോഷണലി ആ ഇവൻറ്റിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ബ്രെയിൻ ഇമോഷണലി അതായിട്ട് റിയാക്ട് ചെയ്തിട്ട് ശരീരത്തിലേക്ക് അവരുടെ മസിലോട്ടും മറ്റ് അവയവങ്ങളിലോട്ടും ആ സ്ട്രെസ്സിനെ നേരിടാനായിട്ടുള്ള സിഗ്നൽസ് കണ്ടിന്യൂസ്ലി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അനുസൃതമായിട്ട് അവരുടെ ശരീരത്തിലെ അവയവങ്ങളും മസിലുകളൊക്കെയും ആ സ്ട്രെസ്സിനെ നേരിടാനായിട്ടുള്ള ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ അവരുടെ മനസ്സ് അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വിപത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം അവരുടെ ശരീരവും അതുപോലെ തന്നെ മസിലുകളും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് കൊളാപ്സ് ആയി പോകാനായിട്ട്, അതിന് ഹാനികരമായിട്ട് ഭവിക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. കുറേ നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോ അവയവങ്ങളും മറ്റും അത് വളരെ ഹാനികരമായിട്ട് ബാധിച്ചിട്ട് അവർ അപകടത്തിൽപ്പെടാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻസിനെ തിരിച്ചറിയേണ്ടതും നിങ്ങൾക്കുള്ള ട്രാമകളെ പ്രോസസ് ചെയ്ത് ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ നിങ്ങൾ ആരോഗ്യപരമായിട്ട് നേരിടേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്.